സായം സന്ധ്യയിൽ നിന്ന് പൂരം രാത്രിയിലേക്ക് പതുക്കെ കടക്കുന്നു. നിറങ്ങൾക്കും കാഴ്ചകൾക്കും വ്യത്യസ്തത. ആയിരക്കണക്കിന് പൂരപ്രേമികളുടെ കയ്യിലുള്ള ക്യാമറകൾ വെളിച്ചം തൂകി ഓരോ ചിത്രവും ഒപ്പിയെടുക്കുന്നു. പൂരത്തിൻ്റെ മറ്റൊരു വ്യത്യസ്തമായ കാഴ്ച. കുടമാറ്റം അതിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. ഇനി മിനിറ്റുകൾക്ക് അകം ഈ കുടമാറ്റം അവസാനിക്കും. സ്വാഭാവികമായും ഏറ്റവും അവസാന നിമിഷങ്ങളിലാണ് കുടകളിൽ വൈചിത്രമുള്ള കുടകൾ വരിക, ഭാവനകളുള്ള കുടകൾ വരിക, രഹസ്യമായി ഭാവന ചെയ്ത കുടകൾ ഉണ്ടാവുക. അത്തരം കുടകളാണ് ഇനി വരാനിരിക്കുന്നത്. അതിൽ LED കുടകളുണ്ടാകും. ഇതുപോലെ ഒരു കഥയും ആവശ്യവും ദൈവതങ്ങളുടെ കുടകൾ പോലും ഉണ്ടാകും. ആ കുടകൾ മുഴുവൻ ഇനി വരാനിരിക്കുന്നതേയുള്ളൂ. യഥാർത്ഥത്തിൽ ഈ നിമിഷമാണ് ഒരു പുരുഷാരം മുഴുവൻ ഈ കുടമാറ്റത്തിന് കാത്തിരിക്കുന്നത്. തൃശ്ശൂർ പൂരത്തിലെ ഏറ്റവും വ്യത്യസ്തമായിട്ടുള്ള ഒരു ദൃശ്യം, തെക്കേ ഗോപുരനട അത് പച്ച നിറത്തിലുള്ള ഒരു ലൈറ്റ് അണിഞ്ഞു നിൽക്കുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ 15 ആനകളിൽ ഉയർത്തുന്ന കുടകൾക്ക് ഇപ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. അതേസമയം തന്നെ പാറമേക്കാവ് നിരന്നു നിൽക്കുന്ന പാറമേക്കാവിൻ്റെ ചിത്രങ്ങളിൽ ആലവട്ടവും വെഞ്ചാമരവും പ്രത്യേകമായിട്ടുള്ള ഒരു കാഴ്ചയായിട്ട് മാറുന്നു. പൂരം അതിൻ്റെ സന്ധ്യയിൽ നിന്നുള്ള രാത്രിയിലേക്കുള്ള അതിൻ്റെ ചാരുതയേറിയ യാത്ര തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. തൃശ്ശൂർ പൂരത്തിൻ്റെ വ്യത്യസ്തവും വൈവിധ്യപൂർണവുമായിട്ടുള്ള ദൃശ്യങ്ങൾ. തിരുവമ്പാടി വിഭാഗം തിരുപ്പതി ഭഗവാന്റെ ചിത്രങ്ങൾ കൊണ്ടുവന്നപ്പോൾ പാറമേക്കാവ് വിഭാഗവും അതുപോലെ ഭഗവാന്റെ ചിത്രം കൊണ്ടുവന്നു. അങ്ങനെ അതിന് മറുപടി പറഞ്ഞു. ഇപ്പോൾ വീണ്ടും പഴയ ഭംഗിയുള്ള നല്ല എടുപ്പുള്ള നയനങ്ങൾക്ക് ആനന്ദകരമായ വർണ്ണമുള്ള കുടകളിലേക്ക് വീണ്ടും അവർ പരസ്പരം മാറി. കുടമാറ്റത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ തൃശ്ശൂർ പൂരം. ഈ നിമിഷം വരെ ഒരു പരാതിയുമില്ലാതെ, ഒരു ബഹളവുമില്ലാതെ, ആനയുടെ ഒരു തരത്തിലുള്ള ഒരു പരാക്രമവുമില്ലാതെ, അക്രമങ്ങളോ മറ്റൊന്നുമില്ലാതെ, മേടച്ചൂടുണ്ടെങ്കിലും അതിൻ്റെ ഉള്ളിൽ ഏറ്റവും ആവേശത്തോടുകൂടി ഒരു പൂരം ഈ നിമിഷം വരെ നാം ആഘോഷിച്ചു തീർത്തു. തൃശ്ശൂർ പൂരത്തിൻ്റെ ഒരു വലിയ റെക്കോർഡാണിത്. ഈ പൂരം തുടങ്ങുമ്പോൾ ആശങ്കകൾ ഉയർന്നെങ്കിലും ഇതാ ഈ പൂരം കുടമാറ്റം വരെ അതിമനോഹരമായി, അതീവ ശാന്തമായി, ആഹ്ലാദഭരിതമായി വർണ്ണക്കാഴ്ചകളൊരുക്കി, മേളക്കാഴ്ചകളൊരുക്കി ഈ പൂരം അതിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള മുഹൂർത്തങ്ങളിലേക്ക് നീങ്ങുന്നു. ഇപ്പോൾ തിരുവമ്പാടി വിഭാഗം ഇത് അതിമനോഹരമായിട്ടുള്ള ശിവലിംഗങ്ങളുടെ കുടകൾ ഉയർത്തിയിരിക്കുന്നു. വ്യത്യസ്തമായ ഒരു ചിത്രം. ശിവന്റെ സന്നിധാനത്തിൽ, ഋഷഭനാഥൻ്റെ സന്നിധാനത്തിൽ, വടക്കുംനാഥൻ്റെ സന്നിധാനത്തിൽ വടക്കുംനാഥനെ പ്രണമിച്ചുകൊണ്ട് ഗംഭീരമായിട്ടുള്ള ശിവന്റെ ചിത്രങ്ങൾ. തൊട്ടപ്പുറത്ത് പാറമേക്കാവ് വിഭാഗം, പാറമേക്കാവ് ഭഗവതിയുടെ
സർവാഭീഷ്ട പ്രസീതയായ ഭഗവതിയുടെ ചിത്രം പാറമേക്കാവിൻ്റെ ഭാഗത്തു നിന്ന് ഭഗവതിയുടെ അതിമനോഹരമായ ചിത്രങ്ങളുള്ള കുടകൾ പാറമേക്കാവ് വിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്നും. ഇനി മത്സരം മുറുകുന്നു. വർണ്ണങ്ങളിൽ മാത്രമല്ല ആശയങ്ങളിലും വളരെ അപൂർവതയും അനന്യതയും നാം കാണുന്നു. ഇനി കുടമാറ്റങ്ങൾ മുഴുവൻ പുതിയ തലത്തിലേക്ക് നീങ്ങുന്നു. ഞങ്ങൾ സ്വരുക്കൂട്ടിയതെല്ലാം, ഭാവന ചെയ്തതെല്ലാം, ഞങ്ങൾ രഹസ്യമായി സൂക്ഷിച്ചതെല്ലാം നിങ്ങൾക്ക് സമർപ്പിക്കുന്നു എന്ന നിശബ്ദമായ ആമുഖവചനത്തോടെ രണ്ട് വിഭാഗവും വ്യത്യസ്തമായുള്ള കുടകൾ പുറത്തേക്കെടുക്കുന്നു. കുടമാറ്റത്തിന് വ്യത്യസ്തമായ പരിപൂർണമായ അതിൻ്റെ സമാപ്തിയിലേക്ക് പോകുന്നു. പൂരം അതിമനോഹരമായ രാത്രി കാഴ്ചയായി മാറുന്നു. രാത്രിയിൽ മൊബൈലുകളുടെ വെള്ളി വെളിച്ചങ്ങൾ പോലും പൂരത്തിൻ്റെ മനോഹാരിതയ്ക്ക് മിഴിവ് കൂട്ടുന്നു. പൂരം രാത്രിയിലേക്ക് ഒരു സൗന്ദര്യ സഞ്ചാരം നടത്തുന്നു. കുടകളുടെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് വർണ്ണചാരുതകൾ നാം അനുഭവിച്ചു കഴിഞ്ഞു. ഒരുപക്ഷെ അത് ഒറ്റ വർണ്ണം മാത്രമുള്ളവ, വെള്ള പോലെ, വയലറ്റ് പോലെ, മഞ്ഞ പോലെ ഒറ്റ വർണ്ണം മാത്രമുള്ളവ, പല വർണ്ണം മാത്രമുള്ളവ, പല നിലകളുള്ളവ, ഇങ്ങനെ കരകൗശലത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡസനിലധികം കുടകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നാം നീങ്ങുന്നത് ഏറ്റവും അവസാനം, ഈ കുടമാറ്റത്തിൻ്റെ ഏറ്റവും അവസാനം നീങ്ങുന്നത് വ്യത്യസ്തമായുള്ള കുടകൾക്ക് വേണ്ടിയാണ്. അത് വ്യത്യസ്തം എന്ന് പറയുമ്പോൾ അത് ഒരുപക്ഷെ അത് സൗന്ദര്യത്തെക്കാൾ പ്രധാനം അതിൻ്റെ ആശയങ്ങൾക്കും ഭാവനകൾക്കുമാണ്. ഇപ്പോൾ പാറമേക്കാവ് വിഭാഗം ഉയർത്തിയിരിക്കുന്ന കുടകൾ ഒരു ക്ഷേത്രം തന്നെയാണ്. ആ ഒരു ക്ഷേത്രത്തെ ഉയർത്തിക്കൊണ്ട് പൂരത്തിൻ്റെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ചിത്രം അവർ നൽകുന്നു. അതിൽ നിന്നും വളരെ വളരെ വ്യത്യസ്തമായി ഇനി തിരുവമ്പാടി വിഭാഗം അതിൻ്റെ കുടകൾ, LED കുടകൾ അവതരിപ്പിച്ചുകൊണ്ട് അവർ അതിന് മറുപടി നൽകുകയാണ്. രണ്ട്